ഗൈസ് എല്ലാവർക്കും നമ്മുടെ ബിഗ് സ്റ്റോറി അതായത് നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. നമ്മുടെ അവിടെ നിന്ന് മഴ വന്നിട്ട് സ്ത്രീകളൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഷിൻചാനും മിൻചാനും അവിടെ ഒന്നല്ല ഗൈസ്, നമ്മൾ ഷിൻചാനും മിൻചാൻ്റെ സ്കൂളിൽ പോയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അവനെ ഡ്രോപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതിന് നമുക്ക് ഇവിടെ ഇരിക്കാം ഗൈസ്. സോ ഗൈസ് നമ്മുടെ കൂടെ നമ്മുടെ നമ്മുടെ കൂട്ടുകാരനെ നമ്മുടെ അനിയനുണ്ട് ഗൈസ്. ഹലോ നമ്മളൊക്കെ അറിയാലോ. അതന്നെ ഗൈസ്. സോ നമ്മളിന്നതേ താഴെ പോയിന്ന് നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നുണ്ട് നമ്മുടെ ഷിൻചാനും മിൻചാനും. അതിനായി വണ്ടിയൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. സോ നമ്മൾ ഈ ഒരു വണ്ടിയിലാണ് അവനെ വിളിക്കാൻ പോകുന്നത് ഗൈസ്. സോ എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടില്ലല്ലോ. പുതിയൊരു യൂട്യൂബേഴ്സിനെ കണ്ടുപിടിച്ച് എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം ഗൈസ്. സോ ഇനി നമുക്ക് നേരെ പോവാം ഗൈസ്. പിന്നെ നമുക്ക് ആ ഗ്യാരേജിൽ 2 വണ്ടി കിടക്കുന്നുണ്ട്. ഒരു വണ്ടി ഇതും ഒരു വണ്ടി കിയായും. ഇത് ഫെറാരി അല്ലേ? യെസ് ഗൈസ്, ഫെറാരി കാറാണ്. നമുക്കിത് മോഡിഫൈ ചെയ്തിട്ട് അവനെ കൊണ്ടുവന്നാൽ മതി. അവരെ കുറച്ചേരം അവിടെ വെയിറ്റ് ചെയ്ത്. സോ നമുക്കിനി പോവാല്ലേ, മോഡിഫൈ ചെയ്തിട്ട് മാത്രം നമുക്ക് ഇവന്മാരെ കൊണ്ടുപോകാം. ഷിൻചാനും മിൻചാനും ഡോറേമോൻ പിന്നെ നമ്മുടെ സിറ്റിക്ക് വന്നു ഗൈസ്. ഇന്നലെ വന്നുള്ളൂ ഗൈസ്. ഇന്ന് തൊട്ടാണ് നമ്മുടെ ഡോറേമോനൊക്കെ സ്കൂളിൽ വിടുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് മോഡിഫൈ ചെയ്യാം. പിന്നെ നമ്മുടെ കൂട്ടുകാരൻ മോഡിഫൈ ഒക്കെ ചെയ്ത് തരും ഗൈസ്. സോ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്ത് തരും ഗൈസ്. സോ ബെന്നിയനാണ്. സോ നമ്മുടെ കൂട്ടുകാരനാണ്. നമ്മളവൻ കുറേ കടാനാണ്. അതെന്ന് വെച്ചാൽ കടം പൈസ കടം. ഇന്നവൻ കടമൊന്നും ചോദിക്കില്ല ഗൈസ് എന്നോട്. അവൻ ഫ്രീ ആയിട്ടല്ല എനിക്ക് ചെയ്തു തരും ഗൈസ്. സോ ബാക്കിയുള്ളവർ പറഞ്ഞാൽ അവൻ പൈസ വാങ്ങും. സോ നമ്മളവൻ്റെ ഫ്രണ്ടായി കാരണമാണ് ഗൈസ് അവൻ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാത്ത. സോ ബെന്നിപ്പോൾ ഇവിടെ ഉണ്ടാവില്ല, പക്ഷെ അവൻ്റെ ഷോറൂം തുറന്ന് കിടക്കും. സോ നമ്മുടെ ഷിൻചാന് ബ്ലാക്ക് ഇഷ്ടമാണ്, അന്നാ ബ്ലാക്ക് അടിക്കാം. സോ നമ്മുടെ ഡോറേമോന് നീല ഇഷ്ടമാണ്, അത് കാരണം ഡോറേമോനായി കാരണം നമ്മൾ ഡാർക്ക് ബ്ലൂ അടിച്ചു. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് വീൽ ചേഞ്ച് ചെയ്യാം. ഹോണ് നമുക്ക് അത് തന്നെ മതി. വീൽ ചേഞ്ച് ഇഷ്ടം നമ്മുടെ പിൻചാൻ നല്ല വെറൈറ്റി സ്റ്റീഡിങ്ങാണ് ഇഷ്ടം. പിന്നെ പിൻചാൻ്റെ വണ്ടിൻ്റെ ബ്രാൻഡാ അല്ലേ? അതന്നെ. സോ ഗൈസ് അങ്ങനെ ഈ വീലാണ് സെലക്ട് ചെയ്തത് ഗൈസ്. സോ നമുക്കിനി പിൻചാൻ്റെ കളറായ വെള്ള കളറല്ല, ഇതാണ് സ്കിൻ കളറാണ്. സോ ഇനി നമുക്ക് നേരെ എന്താണ് നമ്മുടെ ബ്രേക്കായി റേസിങ് സെലക്ട് ചെയ്തിട്ടുണ്ട്. സ്മോക്കറായ നമ്മുടെ ഷിൻചാൻ്റെ കളറായ റെഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റിക്കർ ആഡ് ചെയ്യാം ഗൈസ്. സ്റ്റിക്കർ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഇഷ്ടമാണെങ്കിൽ, ഇന്ത്യൻ ഡ്രിഫ്റ്റ് ഓട്ടോ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. സോ ഗൈസ് അതന്നെ. ഇനി നമ്മുടെ ഫ്രണ്ടിൽ മാത്രമാണ് നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കണേ. നമ്മൾ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ ഗായ്സ് അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ ഗാരേജിൽ നിന്ന് പുതിയനാക്കിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് നേരെ പോവാൻ ഗൈസ് നമ്മുടെ ഷിൻചാനും മിൻചാനും ഡോറേമോനും സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ പോവാൻ ഗൈസ്. സോ അതിന് മുമ്പ് ഒരു ലൈക്ക് ചെയ്തിട്ടുണ്ടാവൂലേ? സബ്സ്ക്രൈബ് അതന്നെ. സോ മഴ വന്ന് തേങ്ങ, ഈ മഴേൻ്റെ ഓരോ വരവ്. പക്ഷേ വണ്ടി മൊത്തം സ്റ്റിക്കർ പോവോ ഇന്ന് ഗൈസ്? ഒരു കാര്യം പറയട്ടെ, നമ്മൾ കുറച്ച് ദിവസം പുതിയ മൊബൈൽ എടുക്കാൻ പോകുന്നുണ്ട് അല്ലേ? അതെ ഗൈസ്, ജാക്ക് ഒക്കെ എടുക്കാൻ പോകുന്നു. അതെന്നറിയില്ല. സോ നമ്മുടെ ഷിൻചാൻ്റെയും നിങ്ങൾക്ക് പിൻചാൻ്റെയും ഡോറേമോൻ്റെയും സ്കൂളിലെത്തിയിട്ടുണ്ട്. സോ നമുക്ക് അവർ വരണ വരെ വെയിറ്റ് ചെയ്യണം ഗൈസ്. സോ നമുക്ക് മഴ പോകണ വരെ കാറിലിരിക്കാം. സോ ഞാനാണ് സ്കേരി ടീച്ചർ. സ്കേരി ടീച്ചറാ? എന്താ ടീച്ചറെ
ഇവന്മാർ ഒരു അക്ഷരം പോലും പഠിക്കണില്ലല്ലോടെ ചേക്കെ. അത് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഇവൻ വീട്ടിലെത്തി എന്താ ചെയ്യാ ഈ ചെറുക്കന്മാര്? അത് പിന്നെ കളിക്കാൻ പോകുന്നു. എന്ത് കഷ്ടാണോ! താനെങ്കിലും ട്യൂഷൻ എടുത്തുകൂടെ? എനിക്ക് മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യലും അതൊന്നും എനിക്കറിയില്ല സാറേ. എന്നാലും ഞാൻ ഇവനെ വളർത്തണില്ല സാറേ. ഓ അവൻ്റെ ഒരു സാറ് ഒന്ന് പോടാ, ഇവന്മാരെന്നെ പിടിച്ചുകൊണ്ട് പോകും. 30 ദിവസത്തേക്ക് ഇവനെ വിടണ്ട ക്ലാസ്സിക്ക്. ഇംഗ്ലീഷ്, സോഷ്യൽ, സയൻസ്, മാത്സ് പിന്നെ എല്ലാത്തിനും ഇവർ കുന്തം പഠിക്കുന്നുണ്ട്. സ്കൂളിൽ ഇപ്പോൾ ടോമി എന്ന് പറഞ്ഞൊരു കുട്ടീൻ്റെ മേത്ത് അടിച്ചു കൊന്നു. കൊന്നിട്ടില്ല, പക്ഷെ അവനെ കുത്തി ചന്തിയിൽ. ഷിൻചാനെ, പിൻചാനെ, ഡോറേമോനെ, എന്തിനല്ലേ കുത്തിന്നല്ലേ? അതന്നെ സാറേ, എന്തിനാ കുത്തിയേ? അത് കാണിച്ചു തരാനാ. ഇവന്മാരെ ഇറക്കി കൊണ്ടുവെക്കോ. മനുഷ്യൻ്റെ ക്ലാസ് എടുക്കാനും സമ്മതിക്കില്ല. മൊത്തം ടീച്ചർ ഇവന്മാരുടെ ചീത്ത പറയാ. എടാ ഷിൻചാനെ, അണ്ണ ഈ മിസ് പറയുന്നു വിശ്വസിക്കണ്ട. അതന്നെ, ഈ മിസ് പറയുന്നു വിശ്വസിക്കണ്ട. അതന്നെ ഉണ്ടോ, ഈ മിസ് പറയുന്നു വിശ്വസിക്കണ്ട കേട്ടോ. എടാ ചെറുക്കന്മാരെ, ഒന്ന് പോടാ, നാളെ തൊട്ട് ക്ലാസ്സിക്കേ വരണ്ട കേട്ടോ ചെറുക്കന്മാരെ. മിസ്സേ, ശരി. എടാ ഡോറേമോനെ, നീ പഠിച്ച് വന്നല്ലേ? എടാ പിഞ്ചാനെ, നീ കഴിഞ്ഞ ആഴ്ച തൊട്ടതല്ല ഈ സ്കൂൾ പഠിച്ചേ. എന്നിട്ട് ഇപ്പോൾ അവൻ പറയുന്നില്ല. ഞാൻ ഇറങ്ങിപ്പോടാ എൻ്റെ ക്ലാസ്സിൽ നിന്ന്. അയ്യോ ശരി സാറേ, ഞങ്ങൾ പൊക്കോളാം. എടാ പിഞ്ചാനെ, നീയോ? അയ്യോ സാറേ, ഞാനും പൊക്കോളേ. എടാ കൊടുത്തങ്ങോട്ടാ ഷിൻചാനെ. സാറേ, ഞാൻ പൊക്കോളാം. എന്നാൽ നിൻ്റെ പേട്ട കാറിൽ വെച്ച് ഇവനെ കൊണ്ടുപോയി പഠിപ്പിക്ക് ആദ്യം. എന്നിട്ട് 30 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ 100 ദിവസം. 100 ദിവസം. താങ്ക് യു സാറേ. എടാ ഗുരുത്തങ്ങോട്ട് പിള്ളേരെ, ഇറങ്ങി പോടാ എൻ്റെ ക്ലാസ്സിൽ നിന്ന്. അയ്യോ സോറി സാറേ, ഇങ്ങോട്ട് വാറ ചെറുക്കന്മാരെ. എടാ നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. സ്കാരി ടീച്ചർ പറഞ്ഞത് കണ്ടോ? നിങ്ങളപ്പോൾ ഗ്യാങ്സ്റ്ററാല്ലേ ചെറുക്കന്മാരെ. എന്തിട്ടാടാ 2 അക്ഷരം പോലും പഠിക്കില്ലല്ലോ ഇപ്പോൾ വീട്ടിൽ വന്നാൽ. മിസ് പറയുന്നത് വിശ്വസിക്കണ്ട. ഷിൻചാൻ എന്നെ പ്രത്യേകിച്ച് പറയുന്നു. നീ കാരണമാണ് ഈ പിൻചാനും ഡോറേമോനൊക്കെ മോശമായിട്ട് വരുന്നത്. ഒന്ന് പോയേ, അണ്ണനൊരു ബുദ്ധിയുമില്ല. ഇപ്പം ഞാൻ കേട്ടപ്പോൾ സമാധാനമായിരുന്നു നിങ്ങൾക്ക്? ഇപ്പം സമാധാനമായി. ഇപ്പോൾ സെയിം ടു സെയിം. മാനെ ഞാൻ അടിച്ച് കൊല്ലുന്നേ. അയ്യോ വേണ്ടണ്ണാ. നിങ്ങളന്ന് പോലും ഒരു കുട്ടിയെ നിങ്ങൾ അടിച്ച് മറ്റേ സംഭവത്തിൽ നിങ്ങൾ കുത്തിയില്ലടാ പൊട്ടന്മാരെ. അത് പിന്നെ ചെറിയൊരു തമാശ അവൻ്റെ അടങ്ങി പോളേ. സോ ഗൈസ്, ഇവരെ അടങ്ങിയോളും ഗൈസ്. സോ ഇനി നമുക്ക് നേരെ ഇത്തിരി ചൂട് വാർത്തയായിട്ട് കാണാൻ പോകും ഗൈസ്. സോ ഇവർ കടന്നുറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവർ പോയി കടന്നുറങ്ങിയോട്ടെ ഗൈസ്. സോ നമുക്ക് ഇതും കാണാനും പറ്റുന്നില്ല. ഇനി എന്ത് ചെയ്യും ഞാൻ? സോ എന്ത് തേങ്ങയാണ്. അല്ലെങ്കിൽ ചൂട് വാർത്ത കാണാൻ പറ്റും. ഒന്ന് ഞാനേ TV-ൻ്റെ സിഗ്നലേ ഒന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. സോ ഗൈസ്, അങ്ങനത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരും ഗൈസ്. ഓക്കെ, പ്രധാനപ്പെട്ട വാർത്തകൾ. നമ്മുടെ സിറ്റിക്ക് ഐഷോർ സ്പീഡ് ജാക്കിന് ചേർന്ന് വന്നതാണ് സ്പെഷ്യൽ. ഇതുവരെയായിട്ടും ഐഷോർ സ്പീഡ് ജാക്കിൻ്റെ വീട്ടിൽ എത്തിയിട്ടില്ല. ഇതുവരെയായിട്ടും നല്ല മഴയുണ്ട്. നല്ല ചൂട് വാർത്തയായി വന്നിരിക്കുന്നു. APJ അബ്ദുൽ കലാം. സോ ഞാനാണ് APJ അബ്ദുൽ കലാം. സോ ഇവിടെ ഐഷോർ സ്പീഡിനെ പറഞ്ഞ വിട്ടത് ഞാനാണ്. പക്ഷെ ഇതുവരെയായിട്ടും ഐഷോർ സ്പീഡ് വന്നിട്ടില്ല.
ചിലവർക്ക് ഞാൻ ഈ നമ്പർ സേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഐഷോർ സ്പീഡിനെ കണ്ടുപിടിക്കുന്നവർക്ക് 5 കോടി രൂപ. അതും വെച്ച് നിങ്ങൾക്ക് നല്ല സമ്മാനം കിട്ടും. അപ്പം ഇന്നാണ് ചൂട് വാർത്ത. അപ്പോൾ എൻഡ് ചെയ്യുന്നു ഈ ഒരു ചൂട് വാർത്ത. അപ്പോൾ ശരി, എന്നെ തപ്പി ഐഷോർ സ്പീഡോ എന്നെ തപ്പിട്ടോ. എൻ്റെ പൊന്നു, ഇത് ലെക്കായല്ലോ. ഇപ്പം ഐഷോർ സ്പീഡിനും കാണാനില്ലേ അല്ലേ? ഐഷോർ സ്പീഡ് എന്നെ തപ്പി വരാൻ എന്തായിരിക്കും കാരണം? ചിലപ്പോൾ എന്നെ കാണാൻ വന്നതാവും. അന്ന് നമ്മൾ ഐഷോർ സ്പീഡിനെ കാണാൻ പോവായിരുന്നു ഗൈസ്. സോ അപ്പോൾ നമ്മളും എൻ്റെ ഏതോ ട്രെയിനിൽ പെട്ടുപോയതാണ്. സോ നമുക്ക് ഐഷോർ സ്പീഡിനെ കണ്ടുപിടിക്കണം. നമ്മളിപ്പോൾ പറഞ്ഞ ബ്രേക്കിംഗ് ചൂട് വാർത്തയിൽ അയാൾ ആ ബ്രേക്കിംഗ് ന്യൂസ് ചെയ്ത പറഞ്ഞ ആളിനെ കാണാൻ പോവാം. അയാളിപ്പോൾ ഈ സിറ്റിയിൽ തന്നെ ഉണ്ടാവും. സോ എൻ്റെ വീട് തപ്പി ഐഷോർ സ്പീഡ് വരുന്ന കാരണം വേറെ ഒരു വഴിയില്ല ഗൈസ്. അവൻ ചിലപ്പോൾ എന്നെ കാണാൻ വന്നാകും ഗൈസ്. സോ ഇതാണ് നമ്മുടെ വാർത്ത സ്ഥലം. അയാളെ വിളിക്കട്ടെ. സോ ചേട്ടോ, ഈ വാർത്ത സാറേ, ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നേ. ഓ, ഇതാരാണ് വന്നിരിക്കുന്നത്? ഇപ്പം വരാം. ഓക്കെ, വേഗം വായൊന്ന് തേങ്ങ. എന്തിനാണ് എന്നെ വിളിച്ചത്? നീയാണ് ജാക്കില്ലേ? അതെ. എടോ മാറിക്കടോ തേങ്ങ. ഇറങ്ങിപ്പോടോ. എന്നോടാണോ പറഞ്ഞത്? അല്ല, ആ കൊട പിടിച്ച് കൊണ്ടിച്ചാ കെട്ടുന്നത്. എന്നാണ് നിങ്ങൾ എന്നെ തപ്പി വന്നത്? ജാക്ക് ഐഷോർ സ്പീഡ് എന്തിനാ എന്നെ തപ്പി വന്നത്? അവൻ നിന്നെ തപ്പി കാണാൻ വന്നതാണ് 5 ദിവസം നിൻ്റെ വീട്ടിലിരിക്കാൻ. എത്ര രൂപയാണ് ഐഷോർ സ്പീഡിനെ കണ്ടുപിടിച്ചാൽ? 5 കോടി രൂപ. യോ, ലക്ക് കിട്ടല്ലോ. ശരിയപ്പോൾ ഒരു കാര്യം, എന്തായാലും ഐഷോർ സ്പീഡിനെ തട്ടിക്കൊണ്ടുപോയത് വേറെ ആരുമല്ല, നമ്മുടെ ഒരു ഗാങ്സ്റ്റർ. വേറൊരു ഗാങ്സ്റ്ററാണ്. നിന്നെപ്പോലെ ഇരിക്കുന്ന ഒരു ഗാങ്സ്റ്റർ. അതൊരു ഇന്ത്യയിൽ നിന്ന് വന്നൊരു ഗാങ്സ്റ്ററാണ്. ഇന്ത്യയിൽ നിന്ന് വന്നൊരു ഗാങ്സ്റ്ററോ? നമ്മുടെ സിറ്റി ഇന്ത്യയല്ലേ? പിന്നങ്ങനെ വേറൊരു അയാൾ പറഞ്ഞത് അതൊരു നമ്മളെ ഈ ഒരു കാട്ടിലൊരു വീടില്ലേ, ആ വീട്ടിലാണ് ഗാങ്സ്റ്റർ ഗൈസ്. സോ നമുക്ക് ആ വീട് തപ്പി പോവാം ഗൈസ്. എന്തായാലും ഐഷോർ സ്പീഡിനെ രക്ഷിക്കണം ഗൈസ്. എന്നാലും ഐഷോർ സ്പീഡ് ഒരേ ഒരു സുഹൃത്താണ് ഗൈസ്. അവനെന്തായാലും റൊണാൾഡോനെ അടുത്ത പ്രാവശ്യം കാണിപ്പിക്കും. എന്തായാലും അവനെന്നെ കാണാൻ ആദ്യമായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. സോ അവൻ്റെ അടുത്ത് പറയില്ല ഞാൻ റൊണാൾഡോനെ കാണിപ്പിക്കുമെന്ന്. സോ അവൻ റൊണാൾഡോനെ കണ്ട വെരി ഹാപ്പി. സോ എവിടെയാണ് കാട്? എനിക്ക് വേഗം പോയി രക്ഷിക്കണം ഐഷോർ സ്പീഡിനെ. ഐഷോർ സ്പീഡ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഗൈസ്. സോ ഇവിടെ വീടൊന്നും കാണാനില്ല ഗൈസ്. സോ ഗൈസ് നമുക്ക് വീട് തപ്പണം. സോ വീട് തപ്പണം വരെ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യിപ്പിക്കാം ഗൈസ്. ഓക്കെ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി അവൻ്റെ വീട്ടിലെത്തിയിട്ട് ഇവിടെയാണ് ആ ഗാങ്സ്റ്റർ ഉള്ളത്. നമ്മുടെ ആ ന്യൂസിലത്തെ ആക്ടർ പറഞ്ഞിട്ടുണ്ട് ഗൈസ്, ന്യൂസ് ആക്ടർ. സോ നമുക്ക് നേരെ മേളിൽ പോയി നോക്കാം ഗൈസ്. ഓക്കെ, പതുക്കെ പോകാം. സോ നമുക്ക് ഗണ്ണെടുത്ത് വയ്ക്കാം ഗൈസ്. ഓക്കെ. സോ ഗൈസ്, ഞാൻ ഗണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്. സോ പതുക്കെ കയറി പോകാം ഗൈസ്. ആരും അറിയാൻ പാടില്ല ഗൈസ്. സോ പതുക്കെ കയറി പോകാം ഗൈസ്. ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. സോ ഗൈസ്, പതുക്കെ പോവാണ് ഗൈസ്. സോ അവിടെ കുറേ പേരുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. സോ പതുക്കെ പോവാം ഗൈസ്. ഇടാ, എനിക്കറിയാവുന്നൂടാ, ഞാനാണ് ഇതിൻ്റെ മെയിൻ ബോസ്. ഐഷോർ സ്പീഡ് എൻ്റെ കൈകളുള്ളടാ. അവനൊരിക്കലും നിനക്ക് രക്ഷിക്കാൻ പറ്റില്ല. ഇന്നാ പിടിക്കടാ ചെറുക്കന്മാരെ. എൻ്റെ ഒരു കണ്ണുണ്ടാ. ഇന്നാ നീ പിടിക്കടാ. ലാസ്റ്റ് നീ പിടിക്കടാ. നിങ്ങളുടെ ബോസിന് ഞാൻ കൊല്ലൂടാ. അയ്യോ, ഇവന്മാർ ഒറ്റടി നോക്കി നിൽക്കാതെ അടിക്കാൻ പോടാ. നീ എന്നെ അടിക്കടായ.
നീ നിൻ്റെ ബോസ് പറയുന്ന കേൾക്കും. അവസാനം നീയാലോ, അവസാനം ഞാനും. നീ എന്താ വിചാരിച്ചേ? അതിൻ്റെ മുകളിൽ കുറേ പേരുണ്ട്. മുകളിലാ? എവിടെ? എടാ ഞങ്ങളിവിടെ ഉണ്ട്. ഐശ്വർ സ്പീഡ് ഇവിടെ ഉണ്ടാ. എന്നാ പിടിക്കടാ. ഐശ്വർ സ്പീഡിന് കൊല്ലാൻ നിൽക്കുന്നു. സോ ഇവന്മാരെ ഞാൻ അടിച്ച് കൊല്ലുന്നു. ഇവന്മാർ നമ്മുടെ ഐശ്വർ ആദ്യമാണോ വേണ്ട. അയ്യോ ഒരു രക്ഷപ്പെടാൻ നോക്കിയതാ. പിടിക്കാൻ പിടിച്ച. അയ്യോ അമ്മച്ചേ. ഈ പിടിക്കടാ. അവൻ ഐശ്വർ സ്പീഡിനെ തൊടാൻ വന്നിരിക്കണം കൊല്ലാനും. അത് പറ്റില്ല. ഐശ്വർ സ്പീഡ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടടാ. എന്നാ പിടിക്കടാ. നേരെ ഐശ്വർ സ്പീഡേ വല്ല കുഴപ്പം പറ്റിയിട്ടുണ്ടോ? ഏയ് ഇല്ലടാ, താങ്ക് യുടാ. ഐ ആം എ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻ. അതേപോലെ നിന്നെയും ഫാനായിടാ ഞാൻ. നമുക്ക് നേരങ്ങളെ തന്നെ വേഗം വാ. പോലീസൊക്കെ വന്നു. നേരെ വന്നു ഞാൻ. അമ്മച്ചി വേഗം വാടാ, ചടിവാ. അയ്യോ പോലീസ്. സോ ഗൈസ് ഐശ്വർ സ്പീഡിനായിട്ട് വണ്ടിയിൽ കാണാം ഗൈസ്. എടാ നീ എന്നെ രക്ഷിച്ചില്ലേ? എന്നാ പിടിക്കട പോലീസേ. അയ്യോ വേഗം വാടാ ഐശ്വർ സ്പീഡേ. ഐശ്വർ സ്പീഡേ കേട് കേട് കേട്. ഐശ്വർ സ്പീഡ് വേണ്ട, ഞാൻ ഇപ്പം കേടുന്നില്ല. അയ്യോ വേണ്ട, നീ കേട് കേടാ ഐശ്വർ സ്പീഡ്. വേണ്ട ഞാൻ പോയില്ല. നിൽക്ക്, നീ പൊക്കോ. വേണ്ട. അയ്യോ വേഗം വാടാ ഐശ്വർ സ്പീഡേ. പറയണ കേക്ക്. ഇല്ലടാ ഞാനേ നീ എന്നിട്ടുള്ള ജാക്കിൻ്റെ വണ്ടിയിലടിക്കണ. എന്നാ പിടിക്കടാ പോലീസേ. പോലീസ് എന്നാ പിടിക്കടാ. അയ്യോ എടാ ഐശ്വർ സ്പീഡേ, നിന്നെ ഞാനല്ല കണ്ടുപിടിച്ചത്. തോളയാസം പറയലടാ. വണ്ടിയിലുള്ള ഐശ്വർ സ്പീഡേ അവനെ ഞാൻ അടിച്ച് പഞ്ചറാക്കിടാ. നീ വായോ നീ, ഞാൻ പോവട്ടെ. കേടാ ഐശ്വർ സ്പീഡ്. അവൻ ചമ്മന്തിയാക്കടാ. സോ ഗൈസ് ഐശ്വർ സ്പീഡ് വരുന്നില്ല ഗൈസ്. സോ ഐശ്വർ സ്പീഡ് അവനെ കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. ഐശ്വർ സ്പീഡേ വേഗം വായോ. ഫൈനൽ നമ്മുടെ ഐശ്വർ സ്പീഡ് കയറിയിട്ടുണ്ട്. എടാ എന്താല്ലേ നല്ല തല്ല്. ഐശ്വർ സ്പീഡേ നല്ല തല്ലി. അവിടെ നീ തല്ലി നല്ല സൂപ്പറായിട്ടുണ്ടടാ. താങ്ക് യുടാ. നീ ഇങ്ങനെ തല്ലാൻ പഠിച്ചേ അതൊക്കെ ഉണ്ട് ഒരു ട്രിക്കാടെ. ഓക്കെ ഗൈസ്, അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇട്ടുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്റ്റോറി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.